കുറച്ച് കാര്യങ്ങൾക്ക് ഒരു നമ്മുടെ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പറഞ്ഞാലേ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ കാര്യസാധ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗണപതിയാണ്. ഉച്ഛിഷ്ട ഗണപതി സങ്കല്പത്തിൽ കാര്യം അടിയിലാണ് ഇരിക്കുന്നത്, പക്ഷെ അവിടെ ഈ വെറുതെ ഇരിക്കൽ സുരതപ്രവൃത്തമാണ്. പ്രതിഷ്ഠയുണ്ടോ ഉച്ഛിഷ്ട ഗണപതി? വളരെ അപൂർവം. വ്യക്തിപരമായി ഉപാസിക്കുന്നു. ഒരു സർജൻ ഗണപതിയെ പറ്റി വിചാരിച്ചാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഗണപതിക്ക് കത്രികയും തുന്നാനുള്ള സൂചിയും. ഒറ്റപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു ഗണപതി സങ്കല്പമാണ് ശ്വേതാർക്ക ഗണപതി. സൂര്യൻ്റെ ചമതയായിട്ടുള്ള വെളുത്ത എരിക്കിനെയാണ് ശ്വേതാർക്കം എന്ന് പറയുന്നത്. 100 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അത്ര ആ വേര് കണ്ട ഗണപതി തന്നെയാണ്. ഓ, ശൈവ വൈഷ്ണവരാണ് പൊതുവെ അടിയുടെ ആൾക്കാർ, അതാണ് കേട്ടിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലം നശിപ്പിക്കലും. നമ്മളിപ്പോൾ ഈ 32 ഗണപതി രൂപങ്ങൾ പറഞ്ഞു, ഈ 32-ന് 32 ധ്യാനങ്ങളാണോ? പണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് വന്ന സമയത്ത് ക്രിക്കറ്റ് ബാറ്റും ബോളും പിടിച്ചൊരു ഗണപതി ഇപ്പോഴും അമ്പലമുണ്ട്. മുംബൈയിലോ അമ്പലമുണ്ട്. ഇത്രയും വലിയ ഗണേശ ഭഗവാൻ ഇത്രയും ചെറിയ മൂഷിക വാഹനമായിട്ടിരിക്കുന്നതിൻ്റെ ആ തത്വം എന്തായിരിക്കും? മൂലാധാരമായിട്ട് മൂഷികനൊരു ബന്ധമുണ്ട്. ഗാണപത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗം പോലെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പോലെയല്ല, മതവിഭാഗം തന്നെയാണ്. ഈ നമ്മളുടെ സനാതന ധർമ്മത്തിൽ ഹിന്ദു ധർമ്മം നമ്മളിപ്പോൾ വിളിക്കുന്ന ഈ സംവിധാനം ശരിക്കും പറഞ്ഞാൽ 6 മതങ്ങൾ കൂടിയതാണ്. 6 മതങ്ങളാണ്. ശൈവം, ശാക്തേയം, വൈഷ്ണവം. ഇത് 3 കേട്ടിട്ടുണ്ട്. കോമൺ ആണ്. ഗാണപത്യം, സൗരം, കൗമാരം സുബ്രഹ്മണ്യ പദ്ധതി. അങ്ങനെ ഈ സൗരം എന്ന് പറയുമ്പോൾ സൂര്യനെ സെൻട്രലൈസ് ഗായത്രി. ഓ, അതിന് ഓരോന്നിനും ദേവതകളെ കൊടുത്തിട്ടുണ്ട്. ഓരോ ദേവതകളെ അതിദേവതകളുണ്ട്. അവരുടെ ടോപ്പ് മോസ്റ്റ് ദേവത അതാണ് ഈ പറഞ്ഞ. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഒരു സ്ഥലത്ത് ഇപ്പം നാരായണ ഉപനിഷത്തിൽ പറയാണ് എല്ലാം നാരായണൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഗണേശ അഥർവശേഷം വരുമ്പോൾ അവിടെ ഗണപതി മാത്രമേ ഉള്ളൂ എന്ന് പറയും. ദേവി മഹാത്മ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പറയും ദേവി അല്ലാതെ വേറെ ഒന്നും ലോകത്തില്ലെന്ന് പറയും. കൗമാര പദ്ധതി പോയാൽ പറയും സുബ്രഹ്മണ്യൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ കാണുന്ന സുബ്രഹ്മണ്യനെ തന്നെയാണെന്ന് പറയും. ശൈവം എടുക്കുമ്പോൾ ശിവനിലാണ് എല്ലാം തീരുന്നതെന്ന് പറയും. എന്നാലും നമ്മൾ ഭാഗവതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആകാശാത് പതിതം ദ്വയം സാഗരം പതി ഗച്ഛതി സർവ്വദേവ നമസ്കാരം കേശവം പതി ഗച്ഛതി. എവിടെ നമസ്കരിച്ചാലും കേശവനിലേക്ക് വരുള്ളൂ എന്ന് പറയും. ഇത് പരസ്പരം കോൺട്രഡിക്ടറി അല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് അതത് പദ്ധതികളിലെ പ്രാമാണിക ഗ്രന്ഥമാണ് അല്ലേ. നമ്മൾ കൊണ്ട് ഫിസിക്സ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറയും ഭൗതിക ശാസ്ത്രമാണ് ലോകത്തിന് അടിസ്ഥാനം എന്ന് പറയും. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ അത് പറയും രസതന്ത്രമാണ് ലോകത്തിന് അടിസ്ഥാനം എന്ന് പറയും. ബയോളജി പഠിക്കുമ്പോൾ പറയും ജീവശാസ്ത്രം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്ന് പറയും. മാത്സ് പഠിക്കുമ്പോൾ അവർ പറയും ലോകത്തിൻ്റെ സ്പന്ദനം മുഴുവൻ കണക്കിലാണെന്ന് പറയും. അപ്പം അതത് തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ ടീച്ചർ പഠിപ്പിക്കും. അത് തന്നെ നമ്മുടെ അവസ്ഥ. നമ്മളിതെല്ലാം കൂടെ ഒരേ പൗരോഹിത്യ അല്ലെങ്കിൽ വൈദികർ തന്നെയാണ് ഈ പദ്ധതികളെല്ലാം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് അതതിന് പ്രത്യേകമായിട്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ ഏകീകരിച്ച് അന്നത്തെ കാലം മുതലേ ശങ്കരാചാര്യസ്വാമികൾക്ക് മുമ്പുള്ള കാലം മുതലേ ഏകീകരണം നടന്നിട്ടുണ്ട്. ആചാര്യസ്വാമികളുടെ കാലത്ത് തന്നെ ഏകീകരണം പൂർത്തിയായി. അങ്ങനെയാണ് ഹൈന്ദവ സമ്പ്രദായത്തെ നമ്മൾ ഏകീകരിക്കാൻ പറ്റിയത്. അതിൽ തന്നെ ഒരുപാട് സബ്സിഡിയറി വീണ്ടും പറയാവുന്ന ആയിരക്കണക്കിന് മതങ്ങളെന്ന് തന്നെ അഭിപ്രായപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികൾ വേറെ ഉണ്ട്. ഇപ്പോൾ ഈ ഗാണപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ് ഈ സമസ്തവും. സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന ലയങ്ങളെ ചെയ്യുന്നത് ഗണപതി മാത്രമാണ്. അന്ത്യത്തിൽ ഗണപതിയിലേക്കാണ് ലയിക്കുന്നത്. ഇതാണ് ഗണേശ മതത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ഗാണപത്യ മതത്തിലെ ഗണേശ സങ്കല്പവും നമ്മൾ ഈ കാണുന്നത് പോലെ ആനത്തലയും വയറും ഒക്കെയുള്ള ഒറ്റക്കൊമ്പ് അങ്ങനെയാണ്. ഈ അഥർവശീർഷ ഉപനിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗാണപത്യ മതത്തിൻ്റെ ഏറ്റവും മാസ്റ്ററായിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥമാണല്ലോ ഇത്. എന്തോ അതൊന്ന് വിശദീകരിക്കണം. ഗണപതിയുടെ വിശേഷണങ്ങൾ ഒക്കെ കൊടുക്കുകയാണ്. ത്വമേവ പ്രത്യക്ഷം തത്വമസി, ത്വമേവ കേവലം കർത്താസി, ത്വമേവ കേവലം ധർത്താസി, ത്വമേവ കേവലം ഹർത്താസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അതായത് ഈ ഇദ്ദേഹം തന്നെയാണ് സൃഷ്ടി നടത്തുന്നത്, ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മം, ഇദ്ദേഹം തന്നെയാണ് സ്ഥിതി, ഇദ്ദേഹം തന്നെയാണ് സംഹാരം, ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്, ഗണപതിയാണ് ചെയ്യുന്നതെന്നും പിന്നെ അദ്ദേഹത്തെ അങ്ങനെയുള്ള ഗണപതിയെ ഭജിക്കാൻ പറഞ്ഞിട്ട് ഗണപതിയുടെ മൂലമന്ത്രോപദേശം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗണേശ അഥർവശീർഷ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഗണപതിയുടെ മൂലമന്ത്രം അതിൽ നിന്നാണ് ഉണ്ടായത്. അത് ഈ 108 ഉപനിഷത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഗണപതി ഓം ഗം ഗണപതയെ നമ്മൾ ജപിക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓ, അത് ശരി. അതിൽ വിശേഷമായിട്ട് അതിന് ആ ഉപനിഷത്തിൻ്റെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഭാഗം കൂടി ഉണ്ട്. ഗകാര പൂർവ്വരൂപം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ചൊല്ലിപ്പോകുന്നില്ല, ഒരു കുറച്ച് പറഞ്ഞു പോകാനുള്ളതുകൊണ്ടാണ് ചൊല്ലാത്തത്. അപ്പം അതിൽ പറയുന്നത് ഇതേ ഉള്ളൂ, ഗണപതി തന്നെയാണ് എല്ലാത്തിൻ്റെയും നിദാനം. നിങ്ങൾ ആരെയാണോ ബ്രഹ്മം എന്ന് വിളിക്കുന്നത് അത് ഈ കക്ഷിയാണ്, ഗണപതിയാണ്
ഈ ബ്രഹ്മം, അല്ലാതെ വേറൊരു ബ്രഹ്മം ഇല്ലെന്നാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. നാരായണോപനിഷത്ത് എടുത്താലും അങ്ങനെയാണ്, എല്ലാം നാരായണനാണ്, അങ്ങനെ തന്നെ നടക്കുന്നത്. ശിവപുരാണം എടുത്താലും അത് തന്നെ നടക്കുന്നത്. ദേവീഭാഗവതം നോക്കിയാലോ, ദേവീമാത്മ്യോ ദേവീഭാഗവതം എടുത്താലും ഭഗവതി മാത്രമേ ഉള്ളൂ, വേറൊന്നും. ദേവീഭാഗവതമാണ് പ്രമാണം, ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല എന്ന് പറയും. നമ്മൾ കൗമാര പദ്ധതി എടുത്തു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സ്കന്ദപുരാണം എടുത്തു കഴിഞ്ഞാൽ സ്കന്ദപുരാണത്തിൽ സ്കന്ദൻ മാത്രമേ ഉള്ളൂ. ഗായത്രിയുടെ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഗായത്രി മാത്രമേ ഉള്ളൂ. മന്ത്രമാതാവാണെന്നും പറയും. മന്ത്രമാതാവാണ് ഗായത്രി എന്ന് പറയും. അതിൽ ഈ നമ്മൾ ആദിത്യഹൃദയ അഗസ്ത്യനെ ഉപദേശിക്കുമ്പോഴും അതിലും പറഞ്ഞിട്ടുണ്ട്, ഈ സൃഷ്ടിക്കും സ്ഥിതിക്കും കാരണം സകല സാധനത്തിനും സൂര്യൻ തന്നെയാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. ശരി. അപ്പോൾ ഇത് ഓരോ പദ്ധതികളാണ്. നമ്മൾ ഒരു വഴി കൂടെ എത്താൻ വേണ്ടി, നമ്മളൊരു സ്ഥലത്തെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന 6 വഴികൾ മാത്രമാണിത്. പക്ഷേ ഇത് ആദ്യകാലത്ത് ഇത് തമ്മിൽ വല്ലാത്ത ശണ്ട ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. ഈ ഗണപതിയുടെ ആളുകൾ പൊതുവെ ശൈവശാക്തേയരാണ്, ശൈവ വൈഷ്ണവരാണ് പൊതുവെ അടിയുടെ ആൾക്കാർ. അതാണ് കേട്ടിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലം നശിപ്പിക്കലും ചീത്ത പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒരു രാജകുടുംബം വൈഷ്ണവാണെങ്കിൽ അപ്പുറത്ത് ശൈവമായിരിക്കും, തമ്മിൽ ക്ലാഷ് ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ ഉണ്ടായി. ഇതിനെയൊക്കെ ഏകീകരിച്ച് ഇപ്പം നമ്മൾ ഒരു പദ്ധതിയായി. ഇപ്പം നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ഒരിടത്ത് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, അവിടെ തന്നെ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും കാണാം. അതെ, ക്ഷേത്രങ്ങളിൽ. അതെ. ഇപ്പം തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ശിവൻ്റെ അമ്പലത്തിൽ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടെങ്കിലും പൂജ കഴിക്കുന്ന 2 വിഭാഗക്കാരാണ്. ശൈവർ അവിടെ പൂജിക്കും, വൈഷ്ണവർ അവിടെ പൂജിക്കും. ഈ ഗവൺമെൻറ് അമ്പലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശിവക്ഷേത്രത്തിൽ ഒരു വിഷ്ണു ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ വിഷ്ണുവിൻ്റെ മേൽശാന്തി അവധിയായിപ്പോയി, അല്ലെങ്കിൽ അയ്യങ്കാർ അവധിയാണെങ്കിൽ അയ്യർ തന്നെ വരും. അദ്ദേഹം അഭിഷേകമൊക്കെ ചെയ്തിട്ട് ടെമ്പററി ഒരു പരിപാടി ചെയ്തിട്ട് പോകും. ചെറിയൊരു നേദ്യം, എന്താ പട്ടിണിയാവാതെ നോക്കുന്ന പോലെ ഒരു ചെറിയ പൂജ. വലിയ പൂജ കഴിക്കാൻ പറ്റില്ല. ഈ കേരളത്തിലെ പൂജ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഏകീകരണം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിവിടെ ഇരുന്നിപ്പം ഭഗവതിയെ പൂജിക്കുക, എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ വിഷ്ണുവിനെ പൂജിക്കുക, അതിനങ്ങനെ ശിവനെ പൂജിക്കാമെന്ന് വയ്ക്കുക. ഈ പൂജ തുടങ്ങി ശരിക്കും നമ്മൾ സാധാരണ ഒരു ലഘുവായിട്ടേ കഴിക്കുന്നുള്ളൂ. ഒരു വെറുതെ ഒരു സ്വസ്തികോത്മയായിട്ട് അതിനൊരു കുറുമ്പുല്ലോ അക്ഷരമായിട്ട് പൂജിക്കുകയാണെങ്കിൽ എല്ലായിടത്തും പാൽപ്പായസം നേദിക്കാമെന്ന് വയ്ക്കുക. ഈ പൂജ കണ്ട ഒറ്റ നോട്ടത്തിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അയാൾ കഴിക്കുന്ന അതേ പൂജ ഇവിടെ കഴിക്കും, ഇയാൾ കഴിക്കുന്ന തന്നെ അങ്ങേറ്റം കഴിക്കും. പക്ഷെ പൂജിക്കപ്പെടുന്ന ദേവതകൾ വ്യത്യാസം, ഗണപതി മുതൽ ഭഗവതി വരെയുള്ള ഈ 7 മൂർത്തികളും വെവ്വേറെ ആയിരിക്കും. കാഴ്ചയ്ക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പൂജയ്ക്ക് ഏകീകരണമുണ്ട്. മറ്റേ ആഗമ സമ്പ്രദായങ്ങളിൽ അങ്ങനെയല്ല. അവിടെ ശൈവാഗമത്തിൽ കഴിക്കുന്ന ആളുകൾക്ക് അതേ അറിയൂ, വൈഷ്ണവാഗമത്തിൽ പഠിച്ചവർക്ക് അതേ അറിയൂ. രണ്ടും തമ്മിൽ പഠിക്കാറില്ല, തമ്മിൽ ചേരാറുമില്ല. പക്ഷേ ഈ ഗണപതി ഹോമം, ഗണപതിയുടെ പദ്ധതികളെല്ലാം തന്നെ 2ലും ഉണ്ട്. 2 പേരും ഗണപതിയെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂർത്തിക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഒരാളായി ഗണപതി. അതായത് ഒരു ഈ ബ്രഹ്മസങ്കല്പത്തിൽ അതിൽ എപ്പോഴും പറയുന്നത് വെച്ചാൽ സുരാസുര വന്ദ്യനായിരിക്കണം. മൂർത്തി സുരന്മാരും അസുരന്മാരും വന്ദിക്കുന്ന ആളായിരിക്കണം. 2 അറ്റത്തും പക്ഷം പറയാത്ത ഒരാൾ. അത് ആ ക്വാളിറ്റി ഉള്ള ഒരാളാണ് ഗണപതി. ഗണപതി 2 പേരും ഭജിക്കുന്നതാണ്. സുബ്രഹ്മണ്യനെയും ശിവനെയും ഭജിക്കുന്നതാണ്. അത് സുബ്രഹ്മണ്യൻ ഒരു മഹാത്മ്യം എന്ന് വെച്ചാൽ ദേവസേനാധിപതി ആയിട്ട് കൂടി അസുരന്മാർ മാനിക്കുന്ന ആളാണ്. കഥകളിൽ കേട്ടോ, സങ്കല്പം ഞാൻ പറയണേ. പിന്നെ ശിവനേ ഉള്ളൂ അങ്ങനെ. ശിവനും ശക്തിക്കും ഈ പറഞ്ഞ പോലെ സുരാസുരവന്തിരായിട്ടുള്ള. നമ്മളിപ്പോൾ ഇവിടെ അങ്ങ് വിശദീകരിച്ചു തന്ന ഈ ഗണപതിയുടെ പല വകഭേദങ്ങൾ, പല ഭാവങ്ങൾ, പല രീതിയിൽ പല പേരുകൾ പറയണ്ടേ, ശക്തി ഗണപതി, ഹേരംബ ഗണപതി എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ ധാരാളം ഗണപതി രൂപങ്ങളുണ്ടോ? മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഒറ്റ മഹാവിഷ്ണു അല്ലേ ഉള്ളൂ? അല്ല, മഹാവിഷ്ണുവിന് 12 സ്വരൂപങ്ങൾ വേറെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്രയുള്ളൂ. ഇത് ഈ ഓരോരുത്തരുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് മൂർത്തികൾക്ക് കൽപ്പന ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് അവർ ഒരു വാരിയർ ക്ലാസ്സാണെന്ന് വയ്ക്കുക, അവിടെയും ഈ ഗണപതി ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു യുദ്ധസന്നദ്ധനായ ഒരു ഗണപതിയാണ് അവർക്ക് ആവശ്യം. അവിടെ ശക്തി ഗണപതിയാണ് ആയിരിക്കും അവർ ഉപാസിക്കുന്നത്. എന്നാൽ ഒരു താന്ത്രികമായ കർമ്മങ്ങളും മന്ത്രവാദ ക്രിയകളും അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ച് അവിടെ അത് ഉച്ഛിഷ്ട ഗണപതിയാണ്. സാത്വികമായ വൈദികകർമ്മങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മഹാഗണപതി സങ്കല്പേ ആവശ്യമുള്ളൂ. വൈഷ്ണവനായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ലക്ഷ്മി ഗണപതിയാണ്. അവിടെ വിഷ്ണു തന്നെയാണ് ഈ ഗണപതി സ്വരൂപത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ലക്ഷ്മി കൂടെ വരുന്നത് അല്ലേ? ലക്ഷ്മിയെ കൂടെ ഇരുത്തുന്നു. ആ ഗണപതി വിഷ്ണു തന്നെയാണ്. ഇത് പലപ്പോഴും പലർക്കും സംശയമുള്ളതാണ്, പക്ഷെ ആരും ചോദിക്കുന്നില്ല. മഹാലക്ഷ്മി എന്താണ് ഇദ്ദേഹത്തിന്റെ കൂടെ? മഹാലക്ഷ്മി ആരുടെയെങ്കിലും തുടയിലിരിക്കണമെങ്കിൽ അത് വിഷ്ണു ആയിരിക്കണം. അതെ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ മള്ളിയൂരുള്ള ഗണപതി സങ്കല്പം കൃഷ്ണനും ഗണപതിയും കൂടെയല്ലേ ഇവിടെ?
അല്ല, അത് അദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ ഇരുന്ന് ഭാഗവതം വായിച്ചു. അങ്ങനെ ഒരു ഭാവം ആ ഗണപതിക്ക് ഒരു വൈഷ്ണവ കല ഉണ്ടായി. അപ്പോൾ മടിയിൽ കൃഷ്ണൻ ഇരിക്കുന്നതായിട്ട് ഒരു സങ്കല്പം അവരുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം വള്ളിയൂർ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് അങ്ങനെ വന്നതാണ്. അവിടെ സാന്നിധ്യമായി. അദ്ദേഹം ഭാഗവതം വായിച്ച് അതിലിരുന്ന് ലയിച്ച് അങ്ങനെ ജീവിച്ച ഒരാളായതുകൊണ്ടാണ് അങ്ങനെ വന്നത് അവിടെ. ഇനിയിപ്പോൾ ആ സങ്കല്പത്തിന് ദൃഢത വരും. ഓരോ പ്രാവശ്യം ആ സങ്കല്പം ഓരോ ആളുകളും വന്ന് തൊഴുന്നവരുടെ എല്ലാം ഉള്ളിൽ അത് രൂഢമൂലമായിട്ട് വരും. അപ്പോൾ ആ സങ്കല്പത്തിന് ബലം വരികയും സ്വാഭാവികമായിട്ടും അതായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ കൊടുക്കുന്ന സങ്കല്പങ്ങൾക്കാണ് ബലം. എല്ലാം സങ്കല്പത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും സങ്കല്പത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സങ്കല്പങ്ങൾക്ക് എത്ര പ്രാധാന്യം വരും. സത്യമാണ്, ശരിയാണ് അല്ലേ? ഇങ്ങനെ എത്ര ഭാവങ്ങളാണ് ഗണപതിക്ക് കൽപ്പിച്ചിട്ടുള്ളത്? 32 വരെ പറഞ്ഞിട്ടുണ്ട്. എത്ര വേണം ഉണ്ടാക്കാം. പണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് പോകുന്ന സമയത്ത് ക്രിക്കറ്റ് ബാറ്റും ബോളും പിടിച്ചൊരു ഗണപതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അമ്പലമുണ്ട്, മുംബൈയിലോ അമ്പലമുണ്ട്. എനിക്ക് തോന്നുന്നത് അത് 83 വേൾഡ് കപ്പ് സമയത്തോ മറ്റോ പ്രതിഷ്ഠിച്ചോ മറ്റാണ്. ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഇപ്പം ഒരു എഴുത്തുകാരൻ അയാൾ ഗണപതിയെ പറ്റി സങ്കല്പിച്ചാൽ അയാൾ വിചാരിക്കുന്ന ഗണപതിയുടെ കയ്യിൽ പേനയും പേപ്പറും ഉണ്ടാവാം. ഒരു എന്താ അതിന് പറയുക, ഒരു സർജൻ ഗണപതിയെ പറ്റി വിചാരിച്ചാൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഗണപതിക്ക് കത്രികയും തുന്നാനുള്ള സൂചിയും ഒക്കെ ആയിരിക്കും, ഒക്കെ മരുന്നും ഒരു കയ്യിൽ മരുന്നും ഒക്കെ ഉണ്ടാവും. അങ്ങനെ സങ്കല്പിക്കാം. ഗണപതിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് സങ്കല്പത്തിൽ കൂടെ വേണമെങ്കിലും ഗണപതിയെ കൊണ്ടുവരാൻ പറ്റും. ഗണപതി അത്രയും വയബിൾ ആയിട്ടുള്ളൊരു മൂർത്തിയാണ്, അത്രയും പറ്റുന്ന മൂർത്തിയാണ്. ഇപ്പോൾ ധാരാളം പലതവണ പരാമർശിച്ചു, ധാരാളം ആളുകൾ പലപ്പോഴും ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്ന സങ്കല്പമുണ്ടല്ലോ, പലരും വിശദീകരിക്കാത്തതാണ്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് തരാൻ പറ്റും? അതൊരു ഗണപതിയുടെ ഒരു സ്വരൂപമാണ്. ഉച്ഛിഷ്ട ഗണപതി എന്ന് പറഞ്ഞാൽ അതൊരു ഉദ്ദിഷ്ട ഗണപതി കൂടിയാണ്. നമ്മൾ കാര്യസാധ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗണപതിയാണ്. അവിടെ ഈ ഗണപതിയുടെ ബീജാക്ഷരത്തിന് കുറച്ച് ഖരമായിട്ട് ഉച്ചരിക്കുമ്പോഴാണ് ഉച്ഛിഷ്ട ഗണപതിയുടെ മന്ത്രത്തിൻ്റെ ബീജം വരുന്നത്. അതെന്താ വെച്ചാൽ ഇവിടെ മഹാലക്ഷ്മി സങ്കല്പത്തിലിരിക്കുന്ന ഗണപതി, നമ്മൾ ലക്ഷ്മി ഗണപതിയിൽ മഹാലക്ഷ്മി മടിയിലിരിക്കും. ഉച്ഛിഷ്ട ഗണപതി സങ്കല്പത്തിൽ ഭാര്യ, അതായത് ഭാര്യ മടിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ വെറുതെ ഇരിക്കുകയല്ല, സുരതപ്രവൃത്തമാണ് ഗണപതി, സുരതാഭിമുഖ്യത്തോടുകൂടി ഇരിക്കുകയാണ്. അങ്ങനെയാണ്. താന്ത്രിക ഗണപതിയാണ്. എന്ന് വെച്ചാൽ ആനന്ദത്തിൻ്റെ ഒരു പാരമ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണത്. അതാണ് ഉച്ഛിഷ്ട ഗണപതി. ഒരുപാട് പറയാനുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മുടെ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പറഞ്ഞാലേ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇത്രയൊക്കെ പറയാം. ഇപ്പം ധ്യാനം ഒക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ധ്യാനം എന്താ? ധ്യാനം ഒരുപാട് ധ്യാനം ഉണ്ടെങ്കിലും പൊതുവെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ശരാൻ ധനുപാശ ശൃണുസ്തഹസ്തേർ പ്രധാനമാരക്ത സരോരുഹസ്താം വിവസ്ത്രപജ്ഞാം സുരതപ്രവൃത്താം ഉച്ഛിഷ്ടം അംബാസുതമാശ്രയേഹം പറഞ്ഞിട്ടുണ്ട്. വിവസ്ത്രപജ്ഞാ സുരതപ്രവൃത്തം തന്നെ പറഞ്ഞിട്ടുണ്ട്. ധ്യാനത്തിൽ തന്നെ ഉണ്ട്. ഈ നീലസരസ്വതിയും ഉച്ഛിഷ്ടഗണപതിയും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ വരുന്നുണ്ടോ? പ്രത്യക്ഷത്തിലില്ല. ഉച്ഛിഷ്ടഗണപതിയെക്കുറിച്ച് പലരും ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് അപ്രതിഷ്ഠയുണ്ടോ ഉച്ഛിഷ്ടഗണപതി? വളരെ അപൂർവം. വ്യക്തിപരമായി ഉപാസിക്കുന്നുണ്ട്, അല്ലാതെ ക്ഷേത്ര പദ്ധതിയിലില്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സമൂഹാരാധനാ പദ്ധതി ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ക്ഷേത്രത്തിന്. എല്ലാ മൂർത്തികളെയും അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ആക്കാറില്ല പൊതുവെ. ഇനി ക്ഷേത്ര പദ്ധതിയിലേക്ക് അത് കൊണ്ടുവന്നാൽ തന്നെയും അത് സാധാരണ ഒരു ഗണപതി സങ്കല്പത്തിൽ അങ്ങ് കൊണ്ടുപോയേ പതിവുള്ളൂ. കാരണം ഇതിന് കോംപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. പ്രധാനമായിട്ടും എന്ത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഉച്ഛിഷ്ടഗണപതിയുടെ ഒരു പൂജാവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മളിപ്പം ഈ പറഞ്ഞ നമ്മളിവിടെ ശാന്തിയും വശത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ബാക്കി കർമ്മങ്ങളുണ്ട്, മാരണകർമ്മങ്ങൾ അല്ലെങ്കിൽ ഉച്ചാടനം ഭേദനം ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഗണപതിയെ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യും. അതേപോലെ തന്നെ ഒറ്റപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു ഗണപതി സങ്കല്പമാണ് ശ്വേതാർക്ക ഗണപതി എന്ന് പറയുന്നത്. അതൊന്ന് വിശദീകരിക്കും. അർക്കം എന്നുള്ള വാക്കിന് അവിടെ എരുക്കെന്നാണ് അർത്ഥം. സൂര്യനല്ല, സൂര്യൻ്റെ ചമതയായിട്ടുള്ള വെളുത്ത എരുക്കിനെയാണ് ശ്വേതാർക്കം എന്ന് പറയുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്നത് കേരളത്തിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഈ ശ്വേതാർക്കം അല്ലെങ്കിൽ വെളുത്ത എരുക്കെന്ന് പറയുന്നത് ഒരു 10-40 വർഷം 50 വർഷം ഒക്കെ നമ്മുടെ പറമ്പിൽ നിൽപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് അല്ലെ വേരൊരു കിഴങ്ങ് പോലെയാവും. വീർക്കും, വലുതാവും. അത് മുറിച്ചെടുത്തിട്ട് ചില പക്ഷങ്ങളും പക്കങ്ങളും ഒക്കെ ഉണ്ട്, മുറിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അതിൽ മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ഗണപതി വിഗ്രഹം ഉണ്ടാക്കാം. അത്രയ്ക്ക് കട്ടിയുള്ള തടിയാണ്.
കട്ടി ഉണ്ടാവില്ല, സോഫ്റ്റാണ്, പക്ഷെ അത് നശിക്കില്ല. ആ ഈ പാലിൻ്റെ അംശമുള്ള ഈ മരത്തിന് പാലുണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ കറയുള്ളത് കൊണ്ട് അതിങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. പിന്നെ അതിനെ ചാന്താടിയാണ് വെക്കാറ്. തേക്കിൻ്റെ കറ ഉപയോഗിച്ച് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും, എണ്ണയിലൊക്കെ ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ശ്വേതാർക്ക ഗണപതി പ്രാണപ്രതിഷ്ഠ ആവശ്യമില്ലെന്നും നാച്ചുറലായിട്ട് തന്നെ അതിന് ഗണപതി സങ്കല്പം ഉണ്ടെന്നും. എരിക്കിൻ്റെ ഈ വേര് കൊണ്ടുണ്ടാക്കുന്ന ഗണപതിയിൽ അവിടെ സാന്നിധ്യമാവും. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും ചെറുതായിട്ട് കണ്ടിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതായത് 100 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അത്ര അത് ആ വേര് കണ്ട ഗണപതി തന്നെയാണത്രേ. ഓ, നമ്മൾ പിഴുതെടുത്തു കഴിഞ്ഞാൽ രൂപം തന്നെ ഗണപതി. അതായത് നമ്മൾ ഈ ഒരു പച്ചക്കറി കൊണ്ടൊക്കെ നമ്മൾ ഒരു ഗണപതി രൂപം ഉണ്ടാക്കൂലേ ഇങ്ങനെ, അതുപോലെയൊക്കെ ഇരിക്കും. തുമ്പിക്കൈയും കൈയും ഒക്കെ പ്രത്യേകം പറയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊണ്ട് ഈ തൊലി പോലും കളയാതെയാണ് ഉപയോഗിക്കാറ്, അങ്ങനെ തന്നെ കൊണ്ട് വെക്കാറുണ്ട്. ചിലർ അത് മുറിച്ചിട്ട് അതിൽ ഗണപതി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. ഈ ഗണപതി വിഗ്രഹങ്ങൾക്ക് വലിപ്പത്തിലൊന്നും കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരങ്കുലം വരെയൊക്കെയുള്ള 15 ജവം അതൊക്കെയാണ് മാക്സിമം. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഗണപതി ഉണ്ടല്ലോ, വളരെ വലിപ്പമുള്ള ഗണപതി വിഗ്രഹമാണ്. അത് സാധാരണ ഈ ശ്വേതാർക്കത്തിൽ വെളുത്തേരിക്കൽ ഗണപതിയെ ഉണ്ടാക്കിയിട്ട് അവരത് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഉപയോഗിക്കുകയാണ് പതിവ്. അത് തേവാരമായിട്ട് ആളുകളുടെ വീടുകളിൽ ഐശ്വര്യം കിട്ടാനും ഒക്കെ ആയിട്ട് അവർ സൂക്ഷിക്കാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ പലയിടത്തും ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിലുമുണ്ട് ഒരെണ്ണം. ഓ, ഗണപതി വിഗ്രഹമുണ്ട്. അതിൻ്റെ പ്രിസർവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എണ്ണയിലൊക്കെ ഇട്ട് സൂക്ഷിക്കണം. ഈ സോഫ്റ്റാണ് തടി, അപ്പോൾ ഏത് നിമിഷവും അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ഈ പറഞ്ഞ പോലെ എള്ള ആട്ടി എണ്ണ എടുത്തിട്ട് അതിനകത്ത് മുക്കി ഒക്കെ ഇട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൂജ ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നതിന് ഏത് മന്ത്രവുമായാലും കുഴപ്പമില്ല. അതെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അല്ല, അതിന് പ്രത്യേക മന്ത്രമുണ്ട്. അതാ ശ്വേതാർക്ക ഗണപതിക്ക് പ്രത്യേക ഒരു ബീജവും പ്രത്യേക അക്ഷരമുണ്ട്. അതായത് പ്രത്യേക ധ്യാനമെല്ലാം ഉണ്ട്. ഓ, അതിന് ചെറിയ മന്ത്രം, അങ്ങനെ പ്രത്യേക മന്ത്രമുണ്ട്. നമ്മളിപ്പോൾ ഈ 32 ഗണപതി രൂപങ്ങൾ പറഞ്ഞില്ല, ഈ 32നും 32 ധ്യാനങ്ങളാണോ? 32 ധ്യാനം, 32 മൂലമന്ത്രമുണ്ട്. അതായത് വനിതാ സമേതമായിട്ടുള്ള സ്ത്രീ ദേവതകളുടെ കൂടെ ഇരിക്കുന്ന രൂപത്തിൽ പല, ഇപ്പോൾ സിദ്ധി ഗണപതി, ശക്തി ഗണപതി, ലക്ഷ്മി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, അങ്ങനെ ഇരിക്കുന്ന ഗണപതി രൂപങ്ങളുടെ എണ്ണം ത്രൈലോക്യ മോഹന ഗണപതി, അതൊക്കെ വനിതാ സമേതം. അത് പ്രത്യേക എന്തെങ്കിലും പർപ്പസിനാണോ ഇങ്ങനെ ഈ സ്ത്രീ സമേതനായിട്ടുള്ള? പുരുഷനും ശക്തിയാണല്ലോ, ആ സങ്കല്പത്തിലാണ്. ഒന്നിന് പൂരകമാണ്. ഒന്ന് ചലിക്കണമെങ്കിൽ മറ്റതിൻ്റെ സാന്നിധ്യം കൂടി വേണം. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. കീർത്തനങ്ങളിലേക്ക് കടന്നാൽ ധാരാളം ഗണപതി കീർത്തനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രശസ്തമായിട്ട് ധാരാളം ആളുകൾ ചൊല്ലിക്കേൾക്കുന്നതൊക്കെ ആ ഗണേശ പഞ്ചരത്ന കീർത്തനമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? മാത്രമല്ല എല്ലാവരും ഏറ്റവും കൂടുതൽ ഫലപ്രദമാണ് അത് എന്നൊക്കെയാണ്. അത് ഈ നോക്കൂ, ചില കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാലും ഈ എഴുതപ്പെട്ടത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാലും ഒട്ടും ചിലപ്പോൾ അതിന് പ്രാധാന്യം കൂടുതൽ കിട്ടുന്നത് സാധാരണ ഒന്നിനായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ശങ്കരാചാര്യ വിരചിതമാണെന്ന് തോന്നുന്നു ഗണേശ പഞ്ചരത്നം. അപ്പോൾ അതിനും ക്ഷിപ്രഫലം ഉണ്ടായി കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഫലിക്കും. മുദാകരാത്ത മോദകം എന്ന് തുടങ്ങുന്നതാണത്. 4 വരിയൊന്ന് മുദാകരാത്ത മോദകം, സദാവിമുക്തി സാധകം, കലാധരാവതംസകം, വിലാസിലോകരക്ഷകം, അനായകൈക നായകം, വിനാശിദേവദൈത്യകം, നദാശുഭാശുനാശകം, നമാമിതം വിനായകം. ആദ്യത്തെ സ്റ്റാൻസ്. അങ്ങനെ പോവുകയാണത്. അത് നല്ല രസമുള്ള വരികളൊക്കെ ഉണ്ട്. നിതാന്തകാന്ത ദന്തകാന്തി മന്ദകാന്തകാത്മജം സ്വചിന്യരൂപം അന്തഹീനം അന്തരായ കുന്ദരം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിന തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം. ആ ഇന്ത എന്നുള്ള വരി ഇന്തായും ഇന്തായും മാറി 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 പ്രയോഗിച്ചിട്ടുണ്ട്. നല്ല ഭാഷാശുദ്ധിയുള്ള ഒരാൾക്കേ അത് അത്ര ഭംഗിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ടൂണും എല്ലാം നല്ല രസമാണത്. ഉച്ചരിക്കാൻ നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ ജപിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് കേൾക്കുന്നവർക്കൊരു സുഖമുണ്ട്. ഗണപതി ഹോമത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് തൊട്ട് മുമ്പ് അത് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം കേട്ട് നിൽക്കുന്നവർ ഒരുപാട് പേര് പഠിച്ച ആളുകളുണ്ടാവും. അത് വളരെ കോമൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അപ്പം അത് അവരും കൂടി ചൊല്ലും. ക്ഷിപ്രഫലമാണ്, ഫലമാണ്. അതിൻ്റെ ഫലം കൊണ്ടാണ് അത് എല്ലാവരും ഉപയോഗിക്കാൻ കാരണം. അല്ല, പിന്നെ അതിൻ്റെ സുഖം ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതായത് ഈ 5 പഞ്ചരത്നം എന്ന് പറയുമ്പോൾ 5 ശ്ലോകങ്ങളാണ് അല്ലേ? 5 സ്റ്റാൻസ്. അപ്പോൾ ആചാര്യസ്വാമികൾ അങ്ങനെ ഒരു സംഗതി എഴുതി വെക്കണമെങ്കിൽ അതുകൊണ്ടൊരു ഫലം ഇല്ലാതെ അദ്ദേഹം എഴുതില്ല. അതിനകത്ത് മോദകത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യം തന്നെ. അതെ, മുദാകരാത്ത മോദകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരുപാടുണ്ട് അതിനകത്ത്. നല്ല നല്ല ലിറിക്സാണ് അതിൻ്റെ, നല്ല ഭംഗിയാണത്, ചൊല്ലാനും സുഖമാണ്. നമുക്ക് എന്തിനാണ് ഇവർ ഈ കാരണവന്മാർ ഇതൊക്കെ തന്നിരിക്കുന്നത്? എന്തിനാണ്? നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ. ശങ്കരാചാര്യസ്വാമി അദ്ദേഹത്തിന് പാടാൻ വേണ്ടി അല്ലല്ലോ ഇതൊക്കെ എഴുതി വെച്ചത്, നമുക്ക് വേണ്ടി എഴുതി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കണം.
ശ്രീനാരായണ സ്വാമി എഴുതിയിട്ടുണ്ട്, ആ വിനായകാഷ്ടമൊക്കെ എഴുതിയിട്ടുണ്ട് ആ വിനായകാഷ്ടം. എഴുതിയിട്ടുണ്ട്. ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ല നല്ല കൃതികളാണ് അതൊക്കെ. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഗണപതിയെ പറ്റിയിട്ട്, ഒരുപാട് പേരുടെ കൃതികളുണ്ട്. നല്ലതൊക്കെയാണ് ഉപയോഗിക്കണം, അതൊക്കെ ഉപയോഗിക്കണം. നമ്മൾ സ്തുതിയാണല്ലോ, സ്തുതി സ്തോത്രം ഇതെല്ലാം ദേവന് പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം. നമ്മൾ ഇതുവരെ ചോദിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കൂടി, ഗണേശൻ്റെ ഭഗവാൻ വിഘ്നേശ്വരൻ്റെ രൂപം വളരെ വലുതാണ്, വലിയ രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഏത് ഗണപതി രൂപമാണെങ്കിലും വലിപ്പം വളരെ കൂടുതൽ. സാധാരണയായി എല്ലാ ദേവതകൾക്കും വാഹനമുണ്ട്. ഗണേശൻ്റെ വാഹനം എന്ന് പറയുന്നത് മൂഷികനാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ ഗണേശ ഭഗവാൻ ഇത്രയും ചെറിയ മൂഷിക വാഹനനായിട്ടിരിക്കുന്നതിൻ്റെ ആ തത്വം എന്തായിരിക്കും? അല്ല, മൂഷികൻ ആ വലിപ്പം ഉണ്ടെന്ന് വിചാരിക്കണം. മൂഷികൻ അത്ര തന്നെ വലിപ്പമുണ്ട് എന്ന് വിചാരിച്ചോണം. ഈ മൂലാധാരമായിട്ട് മൂഷികനൊരു ബന്ധമുണ്ട്. മണ്ണ് കുത്തി ഇളക്കി മുകളിലേക്ക് വരും മൂഷികൻ, കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്, ശരിയാണ്. മൂഷികൻ താഴെ ഉണ്ടെങ്കിൽ മണ്ണ് മുകളിൽ കുത്തി ഇളക്കി കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിൽ പൃഥ്വിതത്വമായിട്ടുള്ള ഭൂമിയായിട്ടുള്ള മൂലാധാര ചക്രത്തിൽ നിന്ന് കുണ്ടലിനിയെ കുത്തി ഇളക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് മൂഷികനെ കൊടുത്തിരിക്കുന്നത്. വാഹനമായിട്ട് കുണ്ടലിനിയുമായിട്ടുള്ള കണക്ഷനാണ് മൂഷികൻ്റെ വരാനുള്ള കാരണം. ഇത് പലപ്പോഴും സംശയമായിട്ട് തോന്നിയിട്ടുള്ളതാണ്, എന്താണ് ഇങ്ങനൊരു ബന്ധമില്ലാത്ത സംഭവം. മാത്രമല്ല മൂഷികൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഉപദ്രവകാരിയും മറ്റൊക്കെ ആയിട്ടാണല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. അത്ര ഉപദ്രവകാരിയാണെങ്കിലും അതിൽ നിന്നൊരു തത്വത്തെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. അത് തത്വം അതാണ്. നമ്മൾ ഈ മണ്ണ് കുത്തി ഇളക്കി മുകളിലേക്ക്, എത്ര കട്ടിയുള്ള മണ്ണാണെങ്കിലും അത് കുത്തി മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഗണപതിയെ ആശ്രയിച്ചാൽ കുണ്ടലിനി എന്ന് പറയുന്ന അതിന് ഉദ്ധാപനം ഉണ്ടാകുന്നു ഒക്കെയുള്ള പ്രതീകാത്മകമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ മൂഷികനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്.